കോടതിയിൽ ചെന്നിട്ട് നിങ്ങളൊന്ന് കയറണം. എന്തിനാണ്? ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ക്രിമിനൽ കുറ്റം ചെയ്തിട്ട് ഒരു പ്രതിയായിട്ടല്ല, ഒരു വാദിയായിട്ടല്ല, ഒരു സാക്ഷിയായിട്ടല്ല, പിന്നെയോ അള്ളാഹു നമുക്ക് തന്ന സ്വഭാവം ഒന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട്. എന്തെല്ലാം തിന്മകളാണ് ഇന്ന് നമ്മൾ പത്രങ്ങളിലൂടെ കണ്ടുകൊണ്ടിരിക്കുന്നത്. സ്വന്തം മകളെ പീഡിപ്പിക്കുന്നവൻ, അത് ഒരു വേദിയിൽ നിന്ന് പറയാൻ തന്നെ നമുക്ക് അറപ്പാണ്. നമുക്കങ്ങനെ ചിന്തിക്കാൻ കഴിയില്ല, പ്രത്യേകിച്ച് പെൺമക്കളുള്ളവർക്ക്. ഒന്ന് ആലോചിച്ച് നോക്കിയേ, മാതാവിനെയും പിതാവിനെയും സമ്പത്തിനു വേണ്ടിയിട്ട് അടിച്ചു കൊല്ലുന്നവൻ. 25 കോടി ഈ ഓണ ബമ്പർ കിട്ടിയ ആളാണ് ലൈവിൽ വന്നിട്ട് പറയുന്നു, എനിക്ക് 3ാം സമ്മാനം കിട്ടിയാൽ മതിയായിരുന്നു, എനിക്ക് 1ാം സമ്മാനം വേണ്ടായിരുന്നു എന്ന് പറയുന്നു. കാരണം കുഞ്ഞിന് സുഖമില്ലാതിരുന്നിട്ട് ഹോസ്പിറ്റലിൽ കൊണ്ടുപോകാൻ കഴിയുന്നില്ല, അത്രയും ആളുകളുടെ തിരക്കാണ്, എനിക്ക് പുറത്തിറങ്ങാൻ പറ്റുന്നില്ല, എനിക്ക് ഒന്നിനും കഴിയുന്നില്ല എന്ന് 25 കോടി ബമ്പർ സമ്മാനം ഓണ ബമ്പർ അടിച്ചവൻ പറയാണ്. അങ്ങനെ ആരെങ്കിലും പറഞ്ഞിട്ടുണ്ടോ ഇന്ന് വരെ ചരിത്രത്തിൽ എനിക്ക് 3ാം സമ്മാനം അടിച്ചാൽ മതിയായിരുന്നു? ആരും പറയാറില്ല, ആരും പറയാറില്ല. എനിക്ക് 3ാം സമ്മാനം അടിച്ചാൽ മതി എന്ന് പറയുന്ന തലത്തിലേക്ക് മനുഷ്യരെത്തിച്ചേർന്നു. എന്ന് പറഞ്ഞാൽ സഹോദരങ്ങളെ, മനുഷ്യൻ എന്ന് പറയുന്നത് നമ്മുടെ ജീവിതത്തിൽ ഒരു മനുഷ്യനെ നമുക്ക് ചില ആളുകളെ അടുപ്പിക്കാനും ചില ആളുകളെ അകറ്റാനും പറ്റാത്തൊരവസ്ഥയിൽ നമ്മൾ ഈ കടലിന്റെയും ചെകുത്താന്റെയും നടുക്കെന്ന് പറയുന്ന ഒരു അവസ്ഥയിലേക്ക് നമ്മൾ എത്തപ്പെട്ടു പോകും. അള്ളാഹു നമ്മളെ കാത്തുരക്ഷിക്കട്ടെ. അതുകൊണ്ട് ഇടയ്ക്കൊന്ന് കോടതിയൊക്കെ സന്ദർശിക്കണം. ഇടയ്ക്ക് കോടതിയിൽ കയറി അവിടെ ഒരുക്കി വെച്ചിട്ടുള്ള, നമുക്ക് ഇരിക്കാൻ സൗകര്യപ്പെടുത്തിയിട്ടുള്ള സ്ഥലത്ത് ചെന്ന് ഇങ്ങനെ നോക്കണം, ഏതൊക്കെ തിന്മകളിലാണ്, ഏതൊക്കെ തെറ്റുകളിലാണ് അവിടെ ആളുകളെ വിളിക്കുന്നത്. എന്തെല്ലാം വിപത്തുകൾ. അള്ളാഹു നമ്മളെ കാത്തുരക്ഷിക്കട്ടെ. ചില വാർത്തകളൊക്കെ കാണുമ്പോ നമ്മുടെ മക്കള് നമ്മുടെ മുഖത്ത് നോക്കും, നമ്മുടെ മക്കള് നമ്മുടെ മുഖത്ത് നോക്കുന്നൊരവസ്ഥ. പരസ്പരം ആർക്കും ആരെയും വിശ്വാസമില്ലാത്ത കാലം. നിങ്ങൾ നോക്ക്, ഏറ്റവും വലിയ വിപത്തുണ്ടായത് കോവിഡാണ്. എന്നാൽ ഏറ്റവും വലിയ തോന്യാസം നടക്കുന്നത്, ആഭാസപരം നടക്കുന്നത്, പടച്ചതമ്പുരാനെ മറന്നുകൊണ്ട് എല്ലാ മോശമായ പ്രവർത്തനങ്ങളിലും ഈ സമുദായവും സമൂഹവും കൂപ്പുകുത്തിയത് ആഫ്റ്റർ കോവിഡ്, കോവിഡാനന്തര കേരളത്തിലാണ്. കോവിഡാനന്തര കേരളത്തിലാണ് ഏറ്റവും കൂടുതൽ ആഭാസതരങ്ങൾ നടക്കുന്നത്. പള്ളികളായാലും സമൂഹമായാലും എവിടെയാണെങ്കിലും കോവിഡിന് ശേഷമാണ് സകല പ്രശ്നങ്ങളും നടക്കുന്നത്. നമ്മൾ കരുതി കോവിഡ് വന്ന നന്നാവും. ഇല്ല, മനുഷ്യന്റെ സ്വഭാവം വ്യത്യസ്തമാണ് സഹോദരങ്ങളെ. ചില മണ്ണ് ഈ എടുത്ത് കയ്യിൽ വെച്ചാൽ അതിന് പ്രത്യേകതയുണ്ട്. ചില മനുഷ്യന്മാരെ സമീപിക്കുമ്പോ അങ്ങനെയാണ്. എന്നാൽ ചില ആളുകളുണ്ടല്ലോ നമുക്ക് അടുക്കാൻ കൊള്ളില്ല, ചില മണ്ണ് അങ്ങനെയാണ്. അള്ളാന്റെ റസൂല് പറയുന്ന ഒരു മനുഷ്യന്റെ പ്രത്യേകത കതിരിലറളി, വെളുപ്പും കറുപ്പും ചുവപ്പും ഒക്കെ ഉണ്ടാകുന്നത് മനുഷ്യന്റെ മണ്ണിന്റെ സന്തതി ആയതുകൊണ്ടാണ്, അല്ലാതെ ആരുടെയും കുറ്റമല്ല. അപ്പൊ വെളുപ്പല്ലാത്ത ആളുകളില്ലേ? ഉണ്ട്. എന്നാ അവര് കറുപ്പുമല്ലല്ലോ? അല്ല. അപ്പൊ പിന്നെ എങ്ങനെ ശരിയാവും? അതാണ് അള്ളാന്റെ റസൂല് പറഞ്ഞത്, ഈ കറുപ്പിന്റെയും വെളുപ്പിന്റെയും ചുവപ്പിന്റെയും മധ്യയുള്ള ചില ആളുകളുമുണ്ട്. അഥവാ നമ്മൾ കൊടുത്ത പേരാണ് ഇരുനിറം, പുതുനിറം എന്നൊക്കെ നമ്മൾ പറയും. ഇതൊക്കെയും മണ്ണിന്റെ പ്രത്യേകതയാണ്. സ്വഭാവം അവന്റെ നിറം പോലെ വ്യത്യസ്തമാണ്. അതുകൊണ്ട് തന്നെ മനുഷ്യൻ അള്ളാഹു നൽകിയ സ്വഭാവം ഒന്ന് മഹിമ മനസ്സിലാക്കാൻ ഇടയ്ക്ക് കോടതിയിൽ ഒന്ന് കയറുന്നത് നല്ലതാണ്. ചില ആളുകളുണ്ടല്ലോ, ചില കുടുംബത്തിൽപ്പെട്ട, നമ്മളൊക്കെ ചില പള്ളികളിലെ പ്രസംഗത്തിന് മുമ്പ് വാപ്പ നല്ല ധർമ്മിഷ്ഠനായിരുന്നു ഉസ്താദെ, മകൻ ഒരു നയാ പൈസ കൊടുക്കുന്നില്ല. ചില ആളുകൾ പറയാറുണ്ട്. നമുക്ക് ചില ആളുകളെ ബോധ്യമുണ്ട് ആ വിഷയത്തിൽ. വാപ്പ വാരി കോരി പള്ളിക്ക് വേണ്ടി കൊടുക്കും. വാപ്പാടെ മരണശേഷം മക്കളോ അറുത്ത കൈക്ക് ഉപ്പ് തേക്കില്ല എന്ന് പറയുന്നത് പോലെ ഇത്രയും വലിയ ലുബ്ധന്മാരെ ചരിത്രത്തിൽ നമ്മൾ കണ്ടിട്ടുണ്ടാവൂല. അതങ്ങനെയാണ്. ലോകത്ത് ഇന്നും പ്രസിദ്ധനായ ഒരു ധർമ്മിഷ്ഠനുണ്ട്, ഹാത്തമുത്തോയി എന്ന് പറയുന്ന മനുഷ്യൻ അറബികളുടെ ഇടയിൽ ഏറ്റവും വലിയ ധർമ്മിഷ്ഠനാണ്. അദ്ദേഹത്തിന്റെ ഒരു രസകരമായ ഒരു സംഭവം ഞാൻ പറഞ്ഞുതരാം. ഹാത്തമുത്തോയി എന്ന് പറയുന്നത് ധർമ്മത്തിന്റെ പര്യായപദമാണ്. ധർമ്മത്തിന്റെ
ധർമ്മത്തിന്റെ ഒരു പ്രതീകമാണ്. ഏറ്റവും വലിയ ധർമ്മിഷ്ഠനാണ് ഹാത്തമു ത്വാഇ. ഈ ഹാത്തമു ത്വാഇ മരണപ്പെട്ടപ്പോ അദ്ദേഹത്തിന്റെ സഹോദരൻ വന്നിട്ട് ഉമ്മയോട് പറഞ്ഞു, ഉമ്മ, ഇനി എന്റെ ഇക്കയെ പോലെ, എന്റെ ജ്യേഷ്ഠനെ പോലെ, എന്റെ സഹോദരനെ പോലെ ഞാൻ ധർമ്മം ചെയ്യാൻ തീരുമാനിച്ചു. ഞാനും ഇനി എന്തും ആളുകൾക്ക് കൊടുക്കും. ഉമ്മ പറഞ്ഞു, മോനെ, നീ ഇനി തലകുത്തി നിന്നാല് ഹാത്തമു ത്വാഇയെ പോലെ ആവൂല. നീ ഹാത്തമു ത്വാഇയെ പോലെ ആകില്ല, നിനക്കതിന് കഴിയില്ല. സ്വന്തം ഉമ്മ പറയുകയാണ്. രസകരമാണ്, നിങ്ങൾ കേട്ടോളി. മനുഷ്യന്റെ സ്വഭാവം, നമ്മൾ പറയും വാപ്പ മകൻ അല്ല, ഒരു വയറിൽ നിന്ന് വന്ന സഹോദരൻ എന്ന് പറയുന്നത് ഉദരത്തിൽ സഹവസിച്ചവനാണ് സഹോദരൻ, അല്ലെ? ഉദരത്തിൽ സഹവസിച്ചവനാണ് സഹോദരൻ. അപ്പൊ ഒരു സഹോദരന് പോലും പരസ്പരം ഒരുപോലെ ആകാൻ കഴിയില്ല, സ്വഭാവം വ്യത്യസ്തമാണ്. ഹാത്തമു ത്വാഇയുടെ ഉമ്മ പറഞ്ഞു, മോനെ, നിനക്ക് ഒരിക്കലും ഹാത്തമു ത്വാഇയെ പോലെ ആകാൻ പറ്റില്ല. ഉമ്മ, അതെന്തുകൊണ്ട്? ഞാനും അവനും ശഖീഖായ സഹോദരങ്ങളല്ലേ എന്ന് പറഞ്ഞ ഒരു വാപ്പ ഒരു ഉമ്മ ഒത്ത സഹോദരങ്ങളല്ലേ? അതെ. പിന്നെന്തുകൊണ്ടാ ഉമ്മ നിങ്ങൾ അങ്ങനെ തറപ്പിച്ചു പറയുന്നത്? ഒരിക്കലും അങ്ങനെ ആകാൻ പറ്റൂല എന്ന്. അപ്പോഴാണ് ഉമ്മ പറഞ്ഞു, പൊന്നുമോനെ, ഹാത്തമു ത്വാഇ മുല കുടിക്കുന്ന പ്രായം. ആ സമയത്ത് ഞാൻ എന്റെ അയൽവാസിയായ ഒരു കുട്ടിക്ക് കൂടി മുല കൊടുത്തിരുന്നു. ഞാൻ എന്റെ പൊന്നുമോനെ ഹാത്തമു ത്വാഇയെ എന്റെ മടിത്തട്ടിലെടുത്ത് വെച്ചിട്ട് എന്റെ മാറിടത്തിലേക്ക് അവന്റെ മുഖം ചേർത്ത് വെക്കുമ്പോ ഹാത്തമു ത്വാഇ അടുത്ത മാറിടത്തിൽ നിന്ന് എന്റെ അയൽവാസിയുടെ മകന് പാല് കുടിക്കുന്നത് വരെ അവന് കുടിക്കൂല. ഹാത്തമു ത്വാഇ ഞാൻ അവന് പാല് കൊടുക്കുന്ന സമയത്ത് മുലകുടിയിലുള്ള അവന്റെ സഹോദരനും അടുത്ത മാറിൽ നിന്ന് സ്തനപാനം ചെയ്യുന്നത് വരെ അവൻ പാല് കുടിക്കൂല. പക്ഷേ അവന് ശേഷം അവന് വളർന്നു, നിന്നെ പ്രസവിച്ച് ആ സമയത്ത് ഞാൻ അടുത്ത വീട്ടിലുള്ള കുട്ടിക്ക് പാല് കൊടുക്കാറുണ്ടായിരുന്നു. പക്ഷേ നീ പാല് കുടിക്കുന്ന സമയത്ത് എന്താണെന്നറിയോ? ഒരു പാറിടത്തിൽ നിന്ന് നീ പാല് കുടിക്കുമ്പോ നിന്റെ കൈ കൊണ്ട് അടുത്ത മാറിടത്ത് നീ പൊത്തിപ്പിടിക്കുമായിരുന്നു, ആർക്കും കൊടുക്കാതിരിക്കാൻ. അതുകൊണ്ട് പൊന്നുമോനെ, നിനക്ക് ഹാത്തമു ത്വാഇയെ പോലെ ആകാൻ കഴിയില്ല. ഹാത്തമു ത്വാഇ മുലകുടിയിലുള്ളവന്റെ സഹോദരന് ഒന്നിൽ നിന്ന് കുടിക്കുമ്പോഴേ അടുത്ത മാറിൽ നിന്ന് അവൻ കുടിക്കാറുള്ളൂ. പക്ഷെ നീ അങ്ങനെയല്ല. നീ ഒരു മാറിടത്തിൽ നിന്ന് പാല് കുടിക്കുമ്പോ നിന്റെ കൈ കൊണ്ട് അടുത്ത മാറിൽ നീ പൊത്തിപ്പിടിക്കുമായിരുന്നു, വേറെ ആരും കുടിക്കാതിരിക്കാൻ. സഹോദരങ്ങളെ, ചിന്തിച്ചു നോക്ക്. ഹാത്തമു ത്വാഇയെ പോലെ ആകാൻ ആഗ്രഹിച്ചിരുന്ന സ്വന്തം സഹോദരനെ ഉമ്മ തിരുത്തിയിട്ട് പറയുന്നു, കഴിയില്ല മോനെ, കഴിയില്ല. സഹോദര, കൂടപ്പറപ്പായ ഒരു ഉമ്മ പ്രസവിച്ച ഒരു വാപ്പയുടെ ബീജത്തിൽ നിന്ന് ജനിച്ച രണ്ട് സഹോദരങ്ങള് സാമ്പത്തിക വിഷയത്തിൽ ധർമ്മം ചെയ്യുന്നതില് അവര് വ്യത്യാസമാണെങ്കിൽ എന്റെ പ്രിയപ്പെട്ടവരെ, ലോകത്ത് മനുഷ്യരൊക്കെ വ്യത്യസ്തരാ. എന്റെ സ്വഭാവമല്ല ഈ ഇരിക്കുന്ന അബ്ദുൽ ജലീൽ മന്നാനിയുടെ സ്വഭാവം, അതേ സ്വഭാവമല്ല ഇവിടെ ഇരിക്കുന്ന നിങ്ങൾ ഓരോരുത്തരുടെ സ്വഭാവം. എല്ലാവരുടെ സ്വഭാവത്തെയും അല്ലാഹ് ടെസ്റ്റ് ഡോസാണ്, ആഖിറത്തിന്റെ ടെസ്റ്റാണ് ഭൂമിയിലെ സംവിധാനങ്ങളെല്ലാം. എല്ലാം ഭൂമിയിലെ സംവിധാനങ്ങള് ആഖിറത്തിന്റെ ഒരു ടെസ്റ്റാണ്. കോടതിയും അങ്ങനെ തന്നെ. ആഖിറത്തിൽ വക്കീലില്ലേ? ഇല്ല. ജഡ്ജിയില്ലേ? അല്ലാഹു. സാക്ഷികളില്ലേ? ഉണ്ട്. വാദിയില്ലേ? ഉണ്ട്. പ്രതിയില്ലേ? എല്ലാണ്ട്. പക്ഷെ വക്കീല് മാത്രമില്ല. ആ ഒരൊറ്റ പ്രത്യേകത മാത്രമേ ഉള്ളൂ. ആരും വക്കാലത്ത് പിടിക്കാനില്ല. നാളെ മഹ്ശറയിൽ ഒരു മനുഷ്യനും വക്കാലത്തിന് വരില്ല. ആ ഒരു പ്രത്യേകത ഒഴിച്ചാൽ ഈ ഭൂമി ലോകത്തെ കോടതികൾ അല്ലാഹു നമുക്ക് തന്ന ഒരു ടെസ്റ്റാണ്. കോവിഡ് ഒരു ടെസ്റ്റാണ്, പ്രളയം ഒരു ടെസ്റ്റാണ്. എല്ലാം അല്ലാഹു നമുക്ക് തരുന്ന ഒരു ടെസ്റ്റായിട്ടാണ്. അതിൽ വിജയിച്ച് ഗുണപാഠം ഉൾക്കൊള്ളുന്നവൻ വിജയിച്ചു, അല്ലാത്തവന് വീണ്ടും അമ്പേ പരാജയമാണ്. അല്ലാഹു നമ്മളെ കാത്തുരക്ഷിക്കട്ടെ, കാത്തുരക്ഷിക്കട്ടെ. സ്വഭാവം നന്നാക്കിക്കോളെ, സ്വഭാവം നന്നാക്കിക്കോളെ. നമ്മുടെ സ്വഭാവം നമ്മളെ നന്നാക്കണം. അമലുകൾ ഇഷ്ടം പോലെ. ചില ആളുകൾ നിങ്ങൾ കണ്ടിട്ടില്ലേ? ഭയങ്കര നിസ്കാരമാണ്,
അവര് നിസ്കാരത്തോട് നിസ്കാരം എപ്പോഴും പള്ളിയിൽ കാണും. അവര് റമദാനിൽ നോമ്പ് പിടിക്കും. അവര് വിശുദ്ധമായ ഹജ്ജ് നിർവഹിച്ചിട്ടുണ്ട്. കിട്ടുന്ന അവസരങ്ങൾക്കൊക്കെ ഉംറയ്ക്ക് പോകാറുണ്ട്. എല്ലാം ക്ലിയർ ആവും. പക്ഷെ ജനങ്ങളോടുള്ള ഇടപാടുകളിൽ അവര് വട്ടപൂജ്യമാണ്. ഈ അടുത്ത സമയത്ത് ഒരാളെ പറ്റി എന്നോട് ഒരാൾ പറഞ്ഞതാണ്, അയാള് നമസ്കാരത്തിന് മുമ്പ് ശേഷവുമുള്ള റവാത്തിബ് നിസ്കാരം അധികരിച്ച എണ്ണമാണ്. എത്ര നിസ്കരിക്കാൻ പറ്റും അത്രയും നിസ്കരിക്കും. ആളൊരു മുസ്ലിയാരാണ്. അദ്ദേഹത്തെ പറ്റിയാ പറയുന്നത്. അദ്ദേഹം അങ്ങനെയാണ് നിസ്കാരം. സുജൂദിലും റുക്കോയിലുമുള്ള അദ്ദേഹത്തിന്റെ തസ്ബീഹുകളുടെ എണ്ണം നമ്മൾ ചെല്ലുന്നത് പോലെ 3 അല്ല, അധികരിച്ച എണ്ണം ചൊല്ലി വളരെ കൃത്യമായി എല്ലാ സുന്നത്ത് നിസ്കാരങ്ങളും ക്ലിയറാണ്. ലോഹർ നിസ്കാരം കഴിഞ്ഞാൽ അതിന് മുമ്പ് കുറെ സമയം സുന്നത്ത് നിസ്കരിക്കും. ആളിനെ നമുക്ക് പലർക്കും അറിയാം. ലോഹർ നിസ്കാരം കഴിഞ്ഞാലും ഒരുപാട് റവാത്തിബ് നിസ്കാരം എല്ലാ വഖത്തുകളിലും അങ്ങനെ തന്നെ. പക്ഷെ എന്താണ്, ഒരാളോടും മിണ്ടാൻ കൊള്ളില്ല. മിണ്ടിയാൽ കൈയില്ലാത്തവൻ വെച്ച് അടിക്കും അയാളെ. സ്വഭാവ ദൂഷ്യമാണ്. നമ്മൾ എന്താ ചെയ്യേണ്ടത്? അല്ലാഹുവിന്റെ വിശുദ്ധമായ ഖുർആൻ പറയുകയാണ്, സഹോദരങ്ങളെ, വഅഹ്സിനൂ ഇന്നല്ലാഹ യുഹിബ്ബുൽ മുഹ്സിനീൻ. സൂറത്തുൽ ബഖറയിൽ അല്ലാഹു പരിചയപ്പെടുത്തുകയാ, വഅഹ്സിനൂ, നിങ്ങളുടെ സ്വഭാവത്തെ നിങ്ങളെ നന്നാക്കണേ. കാരണം എന്തെന്നറിയോ? ഇന്നല്ലാഹ യുഹിബ്ബുൽ മുഹ്സിനീൻ. അല്ലാഹു സ്വഭാവ സംസ്കരണമുള്ള, സ്വഭാവ മഹിമയുള്ളവരല്ല ഇഷ്ടപ്പെടുകയാ. സഹോദരങ്ങളെ, ചിന്തിക്കണേ. കാരുണ്യത്തിന്റെ പ്രവാചകനൊരിക്കൽ പറയുകയാണ്, അല്ലാഹുവിന്റെ സ്വർഗമുണ്ടല്ലോ, കാരുണ്യവാൻ അല്ലാഹു നമുക്ക് നൽകിയ സ്വർഗമുണ്ടല്ലോ, ആ സ്വർഗത്തിന് ഏറ്റവും അടിത്തട്ടിലാർക്കാണ് അല്ലാഹു അവസരം കൊടുക്കുന്നത്. അനുഗ്രഹീതമായ സ്വർഗത്തില് ഒരു മനോഹരമായ വീട് നിർമ്മിച്ചു കൊടുക്കും. എവിടെയെന്നറിയോ? അനസഈമും ബിബൈതിൻ ഫീ റബലിൽ ജന്ന. സ്വർഗത്തിന്റെ അടിത്തട്ടിൽ അല്ലാഹു ഒരു കെട്ടിടം നിർമ്മിക്കുകയാ. മനോഹരമായ ഒരു ഒറ്റമുറ്റിനാലുള്ള വെള്ളക്കൊട്ടാരം അല്ലാഹു നിർമ്മിക്കുകയാണ്. ആർക്കാണ്? ലിമൻ തറക്കൽ മിറാ വഇൻകാന മുഹിഖാ. അവന് തർക്കം ഉപേക്ഷിച്ചവനാണ്. അവൻ പറയുന്നതിന് ന്യായമാണെങ്കിലും ശരി, തർക്കം മാറ്റിവെച്ചവൻ അല്ലാഹു കൊടുക്കുന്നത് സ്വർഗത്തിൽ എവിടെയാണ്? അടിത്തട്ടിൽ ഒരു മനോഹരമായ സൗധം അവന് വേണ്ടി അല്ലാഹു കൊടുക്കുമെന്നാണ്. തർക്കം ഒഴിവാക്കുന്നവന് സ്വർഗത്തില് ഏറ്റവും അടിത്തട്ടിൽ മനോഹരമായ ഒരു വീട് അല്ലാഹു അവന് നൽകുമെന്നാണ്. ഇത് ഈ കാലഘട്ടത്തിൽ പ്രത്യേകിച്ച് മനസ്സിലാക്കാനുള്ളതാണ്. ഇപ്പൊ മുസ്ലിം ഉമ്മത്തിന്റെ കാലിനടിയിലെ മണ്ണ് ഒലിച്ചു പോയിക്കൊണ്ടിരിക്കുകയാണ്. അത് അല്പാൽപായിട്ടല്ല, JCB കൊണ്ടുവന്ന് ബുൾഡോസർ രാജ് പോലെ UP-യിലെ, ഉത്തർപ്രദേശിലെ യോഗി ആദിത്യനാഥ് ഭരിക്കുന്ന UP-യിലെ അവിടെ നടക്കുന്ന ബുൾഡോസർ രാജിന് സമാനമായി ഇന്ത്യയിലെ മുസ്ലിം സമൂഹത്തിന്റെ കാലിനടിയിലെ മണ്ണ് ഒലിച്ചു പോയിക്കൊണ്ടിരിക്കുമ്പോ ഇപ്പോഴും മൈക്ക് വെച്ച് കെട്ടിയിട്ട് ഇവിടെ നിന്ന് അങ്ങോട്ട് കൊഞ്ഞനം കുത്തുന്നു, അവൻ അവിടെ നിന്ന് ഇങ്ങോട്ട് കൊഞ്ഞനം കുത്തുന്നു, ഇവിടെ നിന്ന് അങ്ങോട്ട് തെറി വിളിക്കുന്നു, അവൻ ഇങ്ങോട്ട് തെറി വിളിക്കുന്നു. ഏത് വിഷയത്തിലാ? വിരളനക്കുന്ന വിഷയത്തിൽ, കൈ കെട്ടുന്ന വിഷയത്തിൽ. ഇതൊക്കെ 4 മതിൽക്കെട്ടിന്റെ ഉള്ളിലാക്കി കൂടെ? ഇതൊക്കെ എന്തിനാ പൊതുസമൂഹത്തിന്റെ മുമ്പിൽ വെച്ച് കാണിക്കുന്നത്? മുസ്ലിം ഉമ്മത്തിന്റെ ഏതെങ്കിലും ശാഖാപരമായ വിഷയങ്ങളുള്ള ചർച്ചകൾ അത് പരിഹരിക്കേണ്ട സ്ഥലങ്ങളിൽ പരിഹരിച്ചാ പോരെ? എന്തിനാണ് പൊതുസമൂഹത്തിന്റെ മുമ്പിൽ ഇങ്ങനെ വികൃതമാക്കിയിട്ട് മുസ്ലിം ഉമ്മത്തിനെ ഇപ്പോഴും ആക്ഷേപിച്ചുകൊണ്ടിരിക്കുകയാണ്? ഓരോരുത്തർക്ക് കിട്ടാൻ വേണ്ടി കാത്തിരിക്കുക. നല്ല ആരോഗ്യവും നല്ല തടിയും നല്ല സാമർഥ്യവും നല്ല ആകാര സൗട്ടവും ഒക്കെ ഉള്ള ചില ആളുകളുണ്ട്. അവരൊക്കെ നല്ല കുന്താലിയും മൺവട്ടിയും മൺകോരിയും എടുത്ത് പൊരയിടത്തിലിറങ്ങി കിളച്ചിട്ട് അതിൽ നിന്ന് കിട്ടുന്ന നാണയത്തുട്ടുകൾ മക്കൾക്ക് ഭക്ഷണം കൊടുക്കുന്നതിന് പകരം ഒരു മൊബൈൽ ഉണ്ടാക്കി, ഒരു ക്യാമറയും വാങ്ങി, ആ
ക്യാമറ ഓൺ ചെയ്ത് അവിടെ ഇരുന്നു കൊണ്ട് ഇസ്ലാമിനെതിരെ, ഖുർആനിനെതിരെ, ഹദീസിനെതിരെ ഛർദിക്കുകയാണ്. എന്നിട്ടോ അതിനെ ലൈക്ക് അടിക്കാൻ വേണ്ടി കിട്ടി ഇവിടത്തെ ക്രിസംഗികൾ, ഇവിടത്തെ ഫാസിസ്റ്റുകൾ അവരവന് സപ്പോർട്ട് കൊടുക്കുന്നു. ഇങ്ങനെ ഇസ്ലാമിനെതിരെ ആക്ഷേപങ്ങൾ ഉന്നയിക്കുന്നു. പരിശുദ്ധമായ ഇസ്ലാമിന്റെ പ്രവാചകന്റെ പ്രിയപ്പെട്ട പത്നിമാര് ഉമ്മഹാത്തുൽ മുഅ്മിനീങ്ങളെ പറ്റി ആക്ഷേപിക്കുന്നു. ഒരിക്കലും അത് ചോദിക്കാനില്ലല്ലോ, ഒരാളൊന്ന് കേസ് കൊടുക്കാനില്ലല്ലോ. ഉമ്മഹാത്തുൽ മുഅ്മിനീങ്ങളെ പറ്റിയിട്ടൊക്കെ ഏതെങ്കിലും മതവിഭാഗത്തിന്റെ വിഷയങ്ങളിൽ മറ്റൊരു മതവിഭാഗത്തിൽപ്പെട്ടവൻ ഇടപെടേണ്ട കാര്യമുണ്ടോ? ഇവിടത്തെ ഓണാഘോഷം ഇവിടത്തെ സഹോദര സമുദായങ്ങൾ നടത്തട്ടെ. എന്തിനാണ് മുസ്ലിമീങ്ങൾ ചെന്നിട്ട് ആ ആഘോഷത്തിന്റെ ഇടയ്ക്ക് തൃക്കാക്കരാപ്പന്റെ പേരിലുള്ള ഈ പറയപ്പെടുന്ന ആഘോഷത്തിൽ എന്തിനാണ് മുസ്ലിം സഹോദരങ്ങൾ പോയിട്ട് തലയിടുന്നത്? പെരുന്നാൾ ആഘോഷത്തിന്റെ പേരിൽ ഏതെങ്കിലും മറ്റ് സഹോദരങ്ങൾ നമ്മുടെ ആഘോഷത്തിൽ കടമെടുത്തുകൊണ്ട് അവർ നടത്തുന്നുണ്ടോ? മുമ്പ് കാലങ്ങളിൽ എത്ര മനോഹരമായി നമ്മുടെ വീടിന്റെ തൊട്ടപ്പുറത്തുള്ള ഹിന്ദു സഹോദരൻ ഓണാഘോഷത്തിന്റെ പേരിൽ അവൻ നമുക്ക് തരുന്ന പായസം, അവന്റെ പുളിമരത്തിൽ കെട്ടുന്ന ഊഞ്ഞാലിൽ നമ്മളെ ആട്ടുന്നു, നമ്മളും ആടുന്നു, നമ്മുടെ മക്കളും ആടുന്നു. എത്ര സന്തോഷമായിരുന്നു. ഇപ്പോ ചന്ദന കളർ സാരിയൊക്കെ ഉടുത്തിട്ട് കൂളിംഗ് ഗ്ലാസും വെച്ച് താത്താമാരിറങ്ങിയിരിക്കുക. ഇത് പറഞ്ഞാൽ നാളെ സക്കറിയ മറുനാടൻ മലയാളിക്കും, അതുപോലെ തന്നെ കർമാനൂസിനും, അതുപോലെ തന്നെ നെതർലാൻഡിൽ ഇരുന്നു കൊണ്ട് നേരത്തെ ഞാൻ പറഞ്ഞ സെബാസ്റ്റ്യൻ പുന്നക്കൽ എന്ന് പറയുന്ന അവനൊക്കെ ഇതൊക്കെ നല്ലൊരു വടിയാണെന്ന് എനിക്കറിയാം. പക്ഷേ എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളോട് എനിക്ക് പറയാനുള്ളത്, സഹോദരിമാരോട് പറയാനുള്ളത്, നിങ്ങള് മതത്തിന്റെ അതിർവരമ്പുകൾ ലംഘിച്ചുകൊണ്ട് നിങ്ങൾ പല കാര്യങ്ങളും ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഞങ്ങൾക്ക് പറയേണ്ട ഡ്യൂട്ടിയേ ഉള്ളൂ. നിങ്ങൾക്ക് വേണമെങ്കിൽ പ്രവർത്തിക്കാം, ഇല്ലെങ്കിൽ നിങ്ങളും നിങ്ങളുടെ പടച്ചവരും തമ്മിലായിക്കോ, അള്ളാഹും തമ്മിലായിക്കോ. പക്ഷേ ഇന്ന് പ്രഭാഷകരെയും ആലിമീങ്ങളെയും വെല്ലുവിളിച്ചുകൊണ്ട് കാണിച്ചു കൂട്ടുന്ന ഓരോ കാര്യങ്ങൾ കാണുമ്പോ സങ്കടം തോന്നുകയാണ്. വഴലുകൾക്ക് കുറവൊന്നുമില്ല. തമിഴ്നാട്ടിൽ വഴലുണ്ടോ ഇത്രയും? കർണാടകയിൽ ഇത്രയും വഴലുണ്ടോ? അല്ലെങ്കിൽ ഗുജറാത്തിലുണ്ടോ വഴല്? ഉത്തർപ്രദേശിലുണ്ടോ? ഡൽഹിയിലുണ്ടോ? രാജസ്ഥാനിലുണ്ടോ? ഏതെങ്കിലും പ്രദേശത്ത് ഇതുപോലെ വഴലുണ്ടോ? കേരളത്തിലല്ലാതെ ഇല്ല. ഏറ്റവും കൂടുതൽ വഴല് കിടക്കുന്ന കേരളത്തിലാ. എല്ലാ കോപ്രായങ്ങളുടെയും അസ്ഥി, അതിന്റെ അസ്ഥിവാരം, അതിന്റെ ബേസ് അത് കേരളത്തിലാണ്. എല്ലാ പ്രശ്നങ്ങളുടെയും. എന്തുകൊണ്ടാണ്? നമുക്ക് ദീൻ കൂടിപ്പോയോ? നമുക്ക് പണ്ഡിതന്മാര് കൂടിപ്പോയോ? എവിടെയാ നമുക്ക് താളം തെറ്റിയത്? സഹോദരങ്ങളെ മനസ്സിലാക്കി, നമ്മൾ ഇന്നും ഇപ്പോഴും അങ്ങോട്ടും ഇങ്ങോട്ടും തെരുവില് സ്ക്രീൻ വെച്ചിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും നമ്മൾ തർക്കിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോഴും തർക്കിച്ചുകൊണ്ടിരിക്കുകയാണ്. അള്ളാഹു നമുക്ക് ബോധം തരട്ടെ. വളരെ സങ്കടമുണ്ട്, വലിയ വലിയ വിഷമമുണ്ട് ആ വിഷയത്തിലൊക്കെ. അതുകൊണ്ട് പറയുന്നത് സത്യമാണെങ്കിലും, നീ പറയുന്നതാണ് ന്യായമെങ്കിലും തർക്കിക്കാതിരുന്നാൽ നിനക്ക് അള്ളാഹു തരുന്ന കെട്ടിടം എവിടെയാണ്? സ്വർഗത്തിന്റെ റബ്ബുൽ ജന്ന, സ്വർഗത്തിന്റെ അടിത്തട്ടിലാണ്. എന്നാൽ അള്ളാഹുവിന്റെ റസൂല് പറയുന്നു, ഞാൻ ജാമ്യം നിൽക്കുകയാണ് അനുഗ്രഹീതമായ സ്വർഗത്തിന്റെ മധ്യഭാഗത്ത് ഒരു മനോഹരമായ രമ്യകർമ്മം നിനക്ക് ഞാൻ തരാ. ലിമന കളവ് പറയാത്തവനാണ്, അത് തമാശക്കാണെങ്കിൽ പോലും. തർക്കം ഒഴിവാക്കുന്നവൻ, അവൻ സത്യമാണ് പറയുന്നതെങ്കിൽ പോലും കളവ് ഉപേക്ഷിക്കണം. അവൻ വലിയ തമാശക്കാരനാണെങ്കിൽ പോലും, അവൻ വലിയ ജോക്കറാണ്, വലിയ തമാശക്കാരനാണ്. തമാശയ്ക്ക് വേണ്ടി കളവ് പറയാൻ പോലും ഇസ്ലാം അനുവാദം തരുന്നില്ല. അതുകൊണ്ട് തന്നെ നീ കളവ് ഉപേക്ഷിച്ചാൽ നിനക്ക് സ്വർഗത്തിന്റെ മധ്യഭാഗം അതാർക്കാണ്? സ്വർഗത്തിന്റെ ഏറ്റവും മുകളിൽ ഒരു കെട്ടിടം നിനക്ക് ഞാൻ വാഗ്ദാനം ചെയ്യുകയാ. നീ ആരായാൽ ആരുടെ സ്വഭാവം നന്നാവുന്നുണ്ടോ, ആരുടെ സ്വഭാവം നല്ല സ്വഭാവമാകുന്നുണ്ടോ, അവന് സ്വർഗത്തിന്റെ ഏറ്റവും മുകളിൽ ഒരു കെട്ടിടമുണ്ടെന്ന്
റൂഹി ഫിദാ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിക്കുകയാ. അതുകൊണ്ട് സഹോദരങ്ങളെ, സ്വഭാവം നല്ലതാക്കുക, ആളുകളോട് പെരുമാറ്റം നല്ലതാക്കുക. നേരെ പുലരുന്നത് വരെ സംസാരിച്ചാൽ നമുക്ക് മടുപ്പ് വരില്ല. ചില ആളുകളോട് സംസാരിച്ചാൽ അവിടെ നിന്ന് രക്ഷപ്പെട്ടാ മതി എന്ന് ചിന്തിക്കും. നമ്മൾ ആരെ പറ്റി ഒന്നും പറയാതിരിക്കുക, നമ്മൾ നമ്മളെ പറ്റി പറയാ. ഏറ്റവും നല്ല കൂട്ടുകാരൻ ആരാണ്? നിന്നെ കാണുമ്പോൾ അള്ളാഹുവിനെ പറ്റി നിന്നോട് പറയാ, നീ ഇല്ലാത്തപ്പോൾ നിന്നെ പറ്റി അള്ളാഹുവിനോട് പറയുക. അങ്ങനത്തവനാകണം നമ്മളെ കൂട്ടുകാരൻ. ചങ്ക് ബ്രോ എന്ന് പറഞ്ഞാൽ, സുഹൃത്ത് എന്ന് പറഞ്ഞാൽ മതി. ചങ്ക് ബ്രോ എന്ന് പറയുന്നത് എന്തിനാണ്? സു എന്ന് പറഞ്ഞാൽ നല്ലത്, ഹൃത്ത് എന്ന് പറഞ്ഞാൽ ഹൃദയം, സുഹൃത്ത് എന്ന് പറഞ്ഞാൽ നല്ല ഹൃദയം. അതിനാണ് ചങ്ക് എന്ന് പറയുന്നത്. ഏറ്റവും നല്ല സ്നേഹിതൻ, സുഹൃത്ത്, നിന്റെ ചങ്ക് ബ്രോ അതാരാകണം? നിന്നെ കാണുമ്പോ നിന്നോട് പറയേണ്ടത് അള്ളാഹുവിനെ പറ്റിയാകണം. നീ മാറിയാൽ നിന്നെ പറ്റി അള്ളാഹുവിനോട് പറയണം, അള്ളാഹുവേ എന്റെ സുഹൃത്താണ്, എന്റെ സഹോദരനാണ്, എന്റെ കൂട്ടുകാരനാണ്, അവനെ നീ എല്ലാ ആപത്തിൽ നിന്നും കാക്കണം, ഞങ്ങളുടെ ബന്ധം നീ നഷ്ടപ്പെടുത്തരുത്, സ്വർഗത്തിൽ ഞങ്ങൾക്ക് ഇതുപോലുള്ള ബന്ധം നൽകണം എന്ന് പറഞ്ഞ് നിന്നെ പറ്റി റബ്ബിനോട് സംസാരിക്കുന്നവനാകണം നിന്റെ സുഹൃത്ത്. അല്ലാതെ നമ്മളെ കാണുമ്പോ നിങ്ങൾ എന്ത് സെറ്റപ്പാ, നിങ്ങളെ ഉള്ളൂ, എനിക്ക് വേറെ ആരും ഇല്ല എന്നും പറഞ്ഞ് തട്ടിപ്പോക്കും. നമ്മളങ്ങോട്ട് മാറിയാലോ, അവൻ ആരെന്നറിയോ, ഇതുപോലെ ഉണ്ടാവൂല, അവൻ ആരെന്ന അവന്റെ വിചാരം എന്ന് പറഞ്ഞിട്ട് നമ്മളെ പറ്റി തിന്നും ആളുകളോട്. അങ്ങനത്തവനല്ല നമ്മളെ കൂട്ടുകാരൻ. സ്വഭാവം നന്നാക്കണം. ഏറ്റവും മർമ്മം, ഏറ്റവും ബേസ്, ഏറ്റവും പ്രധാനപ്പെട്ടത് നമ്മുടെ സ്വഭാവം നന്നാക്കലാണ്. നമ്മുടെ സ്വഭാവം നന്നാക്കിയാൽ നമ്മൾ ആരും ഉപദ്രവിക്കില്ല. ഉപദ്രവിക്കോ? ഒരു മനുഷ്യൻ നമ്മളെ ഒരാളും ഒന്നും പറയില്ല. സ്വഭാവം നന്നായാൽ മതി. പണ്ട് ഒരു എഴുത്തുകാരന്റെ മനോഹരമായ തന്റെ വരികളാണ് പറയുന്നത്. ഇത് ബുഖാരിയിലും മുസ്ലിമിലും ഒന്നുമില്ല. ഇപ്പൊ അങ്ങനെയാണ്. എന്തെങ്കിലും പറഞ്ഞാൽ അത് പിടിച്ചിട്ട് പിന്നെ വാദപ്രതിവാദങ്ങളാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. 2 വരി പല്ല്, 32 പല്ലുകൾ 2 വരിയായി നിരന്ന് നിൽക്കുമ്പോ അതിനോട്, നാവിനോട് ഈ പല്ലുകൾ പറഞ്ഞു പത്രേ, ഞങ്ങൾ ഒന്ന് മനസ്സ് വെച്ചാൽ മതി, നിന്റെ കാര്യം കഴിയും. ശരിയല്ലേ? 2 വരി പല്ല്, മനസ്സ് വെച്ചാൽ മതി, നാവ് 2ആയി മുറിഞ്ഞ് നിലത്ത് വീഴും. അതുകൊണ്ട് നാവിന്റെ കാര്യം കഴിഞ്ഞു. നാവ് എന്താ പറഞ്ഞെന്നറിയോ? നിങ്ങൾ 2 വരിയായി നിന്ന് 32 പേര് ശ്രമിച്ചാലല്ലേ എന്നെ നശിപ്പിക്കാൻ കഴിയൂ. ഞാൻ ഒറ്റൊരുത്തം വിചാരിച്ചാൽ മതി, നിങ്ങൾ 32 പേരും സെക്കൻഡുകൾക്ക് നിലത്ത് വീഴും. നമ്മൾ ഏതെങ്കിലും ജംഗ്ഷനിൽ ഇറങ്ങിയിട്ട് ആരെങ്കിലും ഒന്ന് പറഞ്ഞു, സഹോദരങ്ങളെ, നമുക്കുണ്ടാകേണ്ടത് നല്ല സ്വഭാവം. ആരോട് സംസാരിച്ചാലും നല്ല സംസാരം. നമ്മൾ ചെല്ലുമ്പോ ആളുകൾ നമ്മളിൽ നിന്ന് ഒഴിഞ്ഞു പോകരുത്. നമ്മൾ ആർക്കും ഒരു ഭാരമാകരുത്. നമ്മൾ ആർക്കും ഒരു ബുദ്ധിമുട്ടാകരുത്. എന്തിനാണ് നമ്മൾ ബുദ്ധിമുട്ടാകുന്നത്? അതുകൊണ്ട് സ്വഭാവം, അങ്ങനെ നല്ല സ്വഭാവമുള്ളവൻ, അഹ്സിനു, നിങ്ങൾ നല്ല സ്വഭാവമുള്ളവരാക്. ഇന്നല്ലാഹ യുഹിബ്ബുൽ മുഹ്സിനീൻ, അല്ലാഹു നിങ്ങളെ ഇഷ്ടപ്പെടുക. നിങ്ങൾക്ക് സ്വർഗ്ഗത്തിന്റെ ഏറ്റവും മുകളിൽ അല്ലാഹുവിന്റെ ഫിർദൗസ് എന്ന സിംഹാസനത്തിന്റെ തൊട്ടു താഴെ നിങ്ങൾക്ക് മനോഹരമായ ഒരു സൗധം അല്ലാഹു പണി കഴിപ്പിച്ചു എന്ന് ആരംഭപ്പൂവായ നബി മുഹമ്മദ് മുസ്തഫ. അതുകൊണ്ട് സുരിൽ മഹ്കമ മർറത്തുൻ ഫിൽ ആമി, കൊല്ലത്തിൽ ഒരിക്കല് എവിടെ പോണം? കോടതിയിൽ ഒന്ന് പോകണം. എങ്കിലേ നമ്മുടെ സ്വഭാവ മഹിമ അറിയാൻ പറ്റും. ഈ 2 നോക്കിക്കോ, ചുരുക്കി ഞാൻ പറയാം. രണ്ടാമത് സുരിൽ മുസ്തഷ്ഫ, നീ ഹോസ്പിറ്റൽ സന്ദർശിക്കണേ. മർറത്തുൻ ഫിൽ ശഹരി, മാസത്തിൽ ഒരു ദിവസം, ഒരു മാസത്തിൽ ഒരു ദിവസം നീ ഹോസ്പിറ്റലുകൾ സന്ദർശിക്കണം. എന്തിനെന്നറിയോ? അല്ലാഹു നിനക്ക് തന്ന ആരോഗ്യത്തിന്റെ വലിപ്പമറിയാ. ഇന്ന് നിനക്ക് വല്ലാത്ത തലവേദനയാ, ഇന്ന് നിനക്ക് വല്ലാത്ത നടുവേദനയാണ്, കാലുവേദനയാണ്, കാലിന് പെരുപ്പാണ്. നീ പറയുന്നത് എന്താണ്? വല്ലാത്ത അസുഖമാണ്, വല്ലാത്ത രോഗമാണ്, ശരീരത്തിന് താങ്ങാൻ പറ്റുന്നില്ല, ഉറങ്ങാൻ പറ്റുന്നില്ല, തലവേദനയാണ്, കിടക്കാൻ പറ്റുന്നില്ല, നടുവേദനയാണ്, നടക്കാൻ പറ്റുന്നില്ല, കാല് തരിപ്പാണ്. ഇങ്ങനെ പറഞ്ഞുകൊണ്ട് സങ്കടപ്പെടുന്ന എന്റെ പ്രിയപ്പെട്ട ഉപ്പമാരെ, ഉമ്മമാരെ,
നിങ്ങൾ ഹോസ്പിറ്റലുകളൊന്ന് സന്ദർശിക്കണം. എപ്പോഴാണ് മറത്തും ഫിഷഗിരി മാസത്തിൽ ഒരു വട്ടം നിങ്ങളൊന്ന് പോകണം. എന്തിനെന്നറിയോ? രോഗിയായിട്ടല്ല, രോഗിയുടെ കൂട്ടിരിപ്പുകാരായിട്ടല്ല, പേഷ്യന്റ് ആയിട്ടല്ല, ബൈസ്റ്റാൻഡർ ആയിട്ടല്ല. പിന്നെയോ സഹോദര, അല്ലാഹു നിനക്ക് തന്ന ആരോഗ്യത്തിനെ പറ്റി ഒന്ന് തിരിച്ചറിയാൻ വേണ്ടിയാ. എന്റെ പൊന്നു സഹോദരങ്ങളെ, മെഡിക്കൽ കോളേജിലൊന്ന് പോകാൻ കഴിയോ? RCCയിലൊന്ന് പോകാൻ കഴിയോ? അതുപോലെ തന്നെ മറ്റ് ശ്രീചിത്ര ഹോസ്പിറ്റലിലൊന്ന് പോകാൻ കഴിയോ? വേണ്ട സഹോദരങ്ങളെ, മലബാറും മാവേലിയും എക്സ്പ്രസ് ഇതുവഴി വരുമ്പോ മലബാറിലും മാവേലിയിലും പരശുറാമിലും നിങ്ങള് മാവേലിക്കരയിൽ നിന്നോ അല്ലെങ്കിൽ കരുനാഗപ്പള്ളിയിൽ നിന്നോ നിങ്ങള് കായംകുളത്ത് നിന്നോ ഓച്ചറയിൽ നിന്നോ രാവിലെ പോകുന്ന ഏതെങ്കിലും ഒരു ട്രെയിനിൽ നിങ്ങളൊന്ന് കയറി നോക്ക്. സുബ്ഹാനല്ലാഹ്, RCCയിലെ കവറും പിടിച്ചുകൊണ്ട് നൂറുകണക്കിന് രോഗികളാണ് ആശുപത്രികളിലേക്ക് മലബാറിന്റെ ഭാഗത്ത് നിന്ന് വന്നുകൊണ്ടിരിക്കുക. അവർക്ക് അല്ലാഹു കൊടുത്ത രോഗമാണ്, അവർക്ക് അല്ലാഹു കൊടുത്ത രോഗമാണ്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അല്ലാഹു നമുക്ക് എന്ത് രോഗമാ തന്നത്? ആളുകളെ നമ്മൾ കാണുമ്പോ വാരിപ്പുണരുന്നില്ലേ, കെട്ടിപ്പിടിക്കുന്നില്ലേ? ഏതാനും ദിവസങ്ങൾക്ക് മുമ്പ്, 4 ദിവസം മുമ്പ് മരണപ്പെട്ടു പോയി മണപ്പള്ളി എന്ന പ്രദേശത്ത് മണപ്പള്ളി പള്ളിയോട് ചേർന്നുള്ള ഒരു ബഹുമാനപ്പെട്ട പണ്ഡിതൻ, ഒരു സഖാഫിയാണ്. സലാഹുദ്ദീൻ സഖാഫി എന്ന പേരുള്ള ഒരു മതപണ്ഡിതനാണ്. സഹോദരങ്ങളെ, ഇന്ന് മണപ്പള്ളിയിൽ ഖതീബ് മുദരിസുമായിരിക്കുന്നത് എന്റെ പ്രിയപ്പെട്ട ഗുരുനാഥനാണ്. അദ്ദേഹം എന്നോട് പറയുന്ന, സലാഹുദ്ദീൻ സഖാഫിയെ പോലെ കിതാബ് തിരിയുന്ന പണ്ഡിതന് വേറെയില്ല. നല്ല സമർത്ഥനാണ്, നല്ല ആരോഗ്യമുള്ള മനുഷ്യനായിരുന്നു. കോളേജ് പഠനം കഴിഞ്ഞപ്പോ അദ്ദേഹത്തിന് അല്ലാഹു ഒരു രോഗം കൊടുത്തു. ബഹുമാനപ്പെട്ട ജലീൽ മന്നാൻ എന്നോട് പറഞ്ഞത് എന്റെ സുഹൃത്താണ്, പക്ഷെ മുസാഫഹത്ത് ചെയ്യാൻ കൈതരില്ല. അദ്ദേഹത്തിന്റെ ശരീരഭാഗത്ത് ചില രോഗങ്ങൾ പിടിച്ചപ്പോ അദ്ദേഹം എല്ലാവരിൽ നിന്ന് അകന്നു നിൽക്കുകയാണത്രേ. സഹോദരങ്ങളെ, 4 ദിവസങ്ങൾക്ക് മുമ്പ് മരണപ്പെട്ടു പോയി. ഇന്നലെ 3 1.5 വയസ്സുള്ള പൊന്നുമോന വീട്ടിലെ അനാഥനാണ്. പ്രിയപ്പെട്ട ഭാര്യ വിധവയാണ്. ആ സഹോദരന് വേദനകളില്ലാത്ത ഖബറിലേക്ക് പോയിരിക്കുകയാ. അല്ലാഹു മഗ്ഫിറത്ത് കൊടുക്കട്ടെ, അല്ലാഹു മർഹമത്ത് കൊടുക്കട്ടെ. നല്ല പോലെ തന്റെ പ്രാണപ്രേയസിയെ തന്റെ ജീവിതത്തിൽ സന്തോഷിപ്പിക്കാൻ കഴിയാതെ യാത്രയായ പ്രിയപ്പെട്ട സലാഹുദ്ദീൻ സഖാഫി. സഹോദരങ്ങളെ, പാവപ്പെട്ട ഭാര്യ എത്ര ക്ഷമയോടെയാ, എത്ര ക്ഷമയോടെയാണ്, എത്ര സന്തോഷത്തോടെയാണ്, ആവേശത്തോടെയാണ് തന്റെ പ്രിയപ്പെട്ടവനോട് താമസിച്ചത്. ആ പ്രിയപ്പെട്ട ഭാര്യ ഇന്ന് വിധവയാണ്, ഇദ്ദയിലാണ്. 1.5 വയസ്സുകാരന് പിച്ച വെക്കാൻ നേരത്തെ തന്റെ വാപ്പയില്ല കൈപിടിച്ച് നടത്താൻ. ഇതാണ് മനുഷ്യന്റെ അവസ്ഥ. അല്ലാഹു ഒരു രോഗം നമുക്ക് തന്നാൽ നമ്മുടെ കൈ പിടിക്കുന്നവര് പിന്നെ പിടിക്കാൻ വരില്ല. നമ്മളെ വാരി പുണരുന്നവര് പിന്നെ നമ്മുടെ ശരീരത്ത് തൊടില്ലല്ലോ. കോവിഡ് നമ്മളെ കണ്ടതല്ലേ? കോവിഡ് വന്നപ്പോ ജീവന തുല്യം സ്നേഹിച്ചവരെ, മരണപ്പെട്ടു പോകുന്ന പ്രിയപ്പെട്ടവരെ മയ്യത്തടക്കുമ്പോ എത്രയോ മീറ്റർ അപ്പുറപ്പുറന്ന് മാറി നിന്ന് തന്റെ വാപ്പയുടെ മയ്യത്ത് ബുൾഡോസറിന്റെ കൈ കൊണ്ട് പപ്പടി താഴ്ചയിലേക്ക് വലിച്ചെറിയുന്നത് കണ്ടുപോയ എത്ര മക്കളാണ്, എത്ര പ്രിയപ്പെട്ടവരാണ് നമ്മുടെ നാട്ടിലുള്ളത്. അല്ലാഹു നമുക്ക് തന്ന ആരോഗ്യത്തിന്റെ വലിപ്പമറിയണോ? സഹോദരാ, നിന്റെ ശരീരത്തിന്റെ ഭാഗങ്ങളിൽ ഒരു ജിംനേഷ്യത്തിൽ പോയതുപോലെ നല്ല മസിൽ വേണമെന്നില്ല. ഏറ്റവും നല്ല അനുഗ്രഹമായി ഇന്ന് ആളുകൾ പറയുന്നത്, ശരീരത്തിന് തളർവാദമില്ലാതെ ശരീരത്തിന്റെ ഭാഗങ്ങൾ തളർന്നു പോകാത്തൊരു മനുഷ്യനുണ്ടല്ലോ. അവനോട് പറഞ്ഞാൽ അവൻ അറിയില്ല. പക്ഷെ കിടന്ന കിടപ്പിലും മലമൂത്ര വിസർജനം ചെയ്യുന്നവര്, ട്യൂബിട്ട് മലവും മൂത്രവും പുറത്തെടുക്കുന്നവര്, കഴുത്തിന് ദ്വാരമുണ്ടാക്കിയിട്ട് ട്യൂബിലൂടെ ജ്യൂസാക്കിയിട്ട് ഭക്ഷണ പദാർത്ഥങ്ങൾ കൊടുക്കുന്ന പാവപ്പെട്ട സഹോദരങ്ങളോട് ചോദിച്ചു നോക്കണം, ഏറ്റവും വലിയ നിയമത്തേതാണ്? അമ്പര ചുംബികളല്ല, ബിസിനസ് സാമ്രാജ്യങ്ങളല്ല, ബാങ്ക് അക്കൗണ്ടുകളല്ല, റബ്ബർ എസ്റ്റേറ്റുകളല്ല, ഏറ്റവും
ഏറ്റവും വലിയ അനുഗ്രഹം ഏതാണ്? ശീതീകരിച്ച വീടല്ല, വിദേശ നിർമ്മിത വാഹനങ്ങളല്ല, വീട്ടുമുറ്റത്ത് പാറിക്കളിക്കുന്ന പൊന്നോമനകളല്ല. ഏറ്റവും വലിയ അനുഗ്രഹം ഏതെന്ന് ചോദിക്കുമ്പോ കിടക്കുന്ന കിടപ്പിൽ മലമൂത്ര വിസർജനം ചെയ്യുന്നവരെ പറയുന്നത് ആരുടെയും സഹായമില്ലാതെ മൂത്രമൊഴിക്കണമെന്ന് തോന്നുമ്പോൾ എഴുന്നേറ്റിട്ട് ബാത്റൂമിൽ ചെന്നിട്ട് അവന്റെ ആവശ്യം നിർവഹണം കഴിഞ്ഞ് ശൗച്യം ചെയ്തിട്ട് അവിടെ എഴുന്നേറ്റ് ഡോർ ക്ലോസ് ചെയ്തിട്ട് അവന്റെ ബെഡിലേക്ക് കടന്നു വന്ന് അവനൊന്ന് വിശ്രമിക്കാൻ ആർക്ക് ആരോഗ്യമുണ്ടോ അതാണ് ഏറ്റവും വലിയ അനുഗ്രഹമെന്ന് കിടപ്പ് രോഗികൾ പറയും. സഹോദരാ, അല്ലാഹു നമുക്കൊരു രോഗവും തന്നിട്ടില്ല, അല്ലാഹു നമുക്ക് അസുഖങ്ങളൊന്നും തന്നിട്ടില്ല. ഒരു പനിയോ ഒരു തലവേദനയോ തരുമ്പോ തളർന്നു പോകുന്ന മുസ്ലിം ഉമ്മത്ത്, അല്ലാഹു രോഗങ്ങളെ തന്നവര്, അല്ലാഹു രോഗങ്ങൾ കൊടുത്ത് പരീക്ഷിച്ചവര് ആശുപത്രികളിൽ ചെന്ന് കണ്ടാൽ നിനക്ക് അല്ലാഹു തന്ന ആരോഗ്യത്തിന്റെ വില മനസ്സിലാകും മോനെ. അല്ലാഹു നിനക്ക് തന്ന ആരോഗ്യത്തിന്റെ വില നിനക്ക് തിരിച്ചറിയാൻ കഴിയൂ. എന്നിട്ടാണ് നീ അല്ലാഹുവിന് ശുക്ർ ചെയ്യേണ്ടത്. അതുകൊണ്ട് സുരിൽ മുസ്തഷ്ഫ, നീ ആശുപത്രി സന്ദർശിക്കണേ. മറത്തം വിശകിരി, മാസത്തിൽ ഒരിക്കലെങ്കിലും നീ ആശുപത്രി ഒന്ന് കാണണേ. അല്ലാഹു നിനക്ക് തന്ന ആരോഗ്യത്തിന്റെ വലിപ്പം അറിയാൻ ഒന്ന് പോകണം. ആശുപത്രിയിൽ എല്ലാ വർഗീയതയും മാറും. എവിടെ പോയാൽ മദ്രസയിൽ കയറി നിന്നിട്ട് ഉസ്താദ് പറയുന്നു ഈ വരുന്നത് രാഷ്ട്രപിതാവാണെന്ന് പറയുമ്പോ ഇല്ല, ആ തസ്തിയൊക്കെ വേറെ ആളുകൾക്ക് പോയി എന്ന് പറയുമ്പോ, സഹോദരങ്ങളെ, ഒരു മനുഷ്യന്റെ ആരോഗ്യത്തിന്റെ വലിപ്പമറിയാനും മനുഷ്യന്റെ ആയുസിന്റെ വലിപ്പമറിയാൻ, മനുഷ്യരെ തിരിച്ചറിയാൻ ഏതെങ്കിലും മൗലാനമാര് നടത്തുന്ന രാഷ്ട്രപിതാവ് ഇതാണ് എന്ന് മഹാത്മാഗാന്ധിജിയെ മറന്നുകൊണ്ട് മോഹൻ ഭാഗവതിനെ ചൂണ്ടിയിട്ട് ഇതാണ് രാഷ്ട്രപിതാവെന്ന് പറയുന്ന ഏതെങ്കിലും കാവി മൗലാനമാരുടെ കോളേജിലോ മദ്രസയിലോ പോയാൽ നിനക്ക് അല്ലാഹുവിനെ മനസ്സിലാക്കാൻ കഴിയില്ല. പോകേണ്ടത് എവിടെയാണ്? അടുത്തുള്ള താലൂക്ക് ഹോസ്പിറ്റലിൽ ഒന്ന് പോ, അടുത്തുള്ള ഏതെങ്കിലും ആശുപത്രിയിൽ ഒന്ന് പോ. അവിടെ ചെന്ന് അവിടുത്തെ രോഗികളെ ഒന്ന് പരിശോധിക്കുക. എല്ലാ വർഗീയതയും മാറാൻ പറ്റിയ ഒരു സ്ഥലമാണ് തിരുവനന്തപുരം റീജിയണൽ ക്യാൻസർ സെന്റർ. ഒന്ന് പോകണം എന്റെ പ്രിയപ്പെട്ടവരെ, ഒന്ന് പോകണം. എത്ര വലിയ സങ്കടത്തോടുകൂടി നമ്മുടെ വേണ്ടപ്പെട്ടവർക്ക് അസുഖം വന്ന് നമ്മൾ കൊണ്ടുപോയാലും അവിടെ ചെന്ന് OP ടിക്കറ്റ് എടുത്ത് അകത്ത് കയറി ഡോക്ടറെ സമീപിച്ച് ആ ഡോക്ടറുടെ കൺസൾട്ടിങ് കഴിഞ്ഞ് നമുക്ക് ആ ചികിത്സയുടെ രീതികൾ പറഞ്ഞ് മനസ്സിലാക്കി തരുന്നതിനിടയ്ക്ക് നമ്മൾ മനസ്സിലാക്കും അല്ലാഹു നമുക്ക് തന്ന ആരോഗ്യത്തിന്റെ പവർ. അവിടെ നിന്ന് അവസാനിക്കും നമ്മുടെ വർഗീയത. അവിടെ അവസാനിക്കും നമ്മുടെ മറ്റുള്ള മോശമായ ചിന്തകൾ. എന്തുകൊണ്ടാണ്? ഒന്ന് പോകണം. 1 വയസ്സുള്ള കുട്ടിക്ക് കണ്ണിന് ക്യാൻസർ ബാധിച്ചിട്ട് ഒരു യാത്രയിൽ ട്രെയിനിന്റെ തൊട്ടു മുന്നിലുള്ള സീറ്റിലിരുന്നിട്ട് എന്നെ നോക്കുന്ന പ്രിയപ്പെട്ട സഹോദരൻ, ഞാനും നോക്കുമ്പോ വീണ്ടും എന്നെ നോക്കുന്ന സഹോദരൻ ഓടി വന്നിട്ട് ഉസ്താദല്ലേ എന്ന് ചോദിച്ചിട്ട് എന്നോട് പറഞ്ഞത്, എന്റെ പ്രിയപ്പെട്ട മകൻ 1.5 വയസ്സുള്ള മകന് ക്യാൻസർ ആണ്, ആ മകനെയും കൊണ്ട് ഞാൻ ഹോസ്പിറ്റലിൽ പോവുകയാണ്, വിദേശ രാജ്യത്തെ ജോലിയൊക്കെ അവസാനിപ്പിച്ച് ഞാനിപ്പോ വീട്ടിൽ തന്നെ ഉണ്ട്, ഒരു മോനേ ഉള്ളൂ, ആ മോന് ക്യാൻസർ ആണ് കണ്ണിന്. ഞാൻ നോക്കുമ്പോ കണ്ണിന് കുഴപ്പമൊന്നുമില്ല ഉസ്താദേ, 2 കണ്ണും പ്ലാസ്റ്റിക് ആണ്. 1.5 വയസ്സുള്ള മകന്റെ 2 കണ്ണും കൃത്രിമ കണ്ണുകളാണ്, കാണാൻ പറ്റില്ല. പിന്നെ അവിടെ ഒരു ദ്വാരമായി കിടക്കണ്ടല്ലോ, ഒരു കുഴിയായി കിടക്കണ്ടല്ലോ. അങ്ങനെ വലിയ വില കൊടുത്തിട്ട് 2 കണ്ണ് വാങ്ങി വെച്ചിരിക്കുകയാണ്. എൻ്റെ മോൻ എന്നെ കാണാൻ പറ്റൂല, ഈ പച്ച നിറം കാണാൻ പറ്റൂല. നമ്മുടെ പ്രിയപ്പെട്ട മക്കൾ ട്രെയിനിൽ കയറിയാൽ ആ ട്രെയിൻ ഓടുമ്പോ അതിന്റെ മനോഹാരിത കണ്ട് വാപ്പയും ഉമ്മയും വിളിച്ചിട്ട് അതെന്ത് ഇതെന്തെന്നൊക്കെ ചോദിക്കുന്ന ആ പ്രായം, 1.5 വയസ്സ് 2 വയസ്സോടടുക്കുന്ന പ്രിയപ്പെട്ട മകന് ആ ട്രെയിനിന്റെ ശബ്ദമല്ല ആ ബോഗിക്കകത്തിരിക്കുന്നത് എന്റെ പ്രിയപ്പെട്ട വാപ്പയെ കാണാനുള്ള കണ്ണില്ല. ഇത് കാണുമ്പോ സഹോദരങ്ങളെ നമ്മൾ ചിന്തിക്കും, അല്ലാഹുവേ നീ എത്ര ഔദാര്യം തന്നു എനിക്ക്, നീ എത്ര ഭാഗ്യം നൽകി എനിക്ക്.
അള്ളാഹു നമുക്ക് ആരോഗ്യം നിലനിർത്തി തരട്ടെ. ഞാനൊരു ചെറിയ ദുആ നിങ്ങൾക്ക് പറഞ്ഞു തരാം. ആരെങ്കിലും ഒരു രോഗിയെ കാണുമ്പോൾ നിങ്ങൾ പതുക്കെ പറഞ്ഞാൽ മതി, അവര് കേൾക്കരുത്. അൽഹംദുലില്ലാഹ് അല്ലദീ ആഫാനി മിമ്മ ബതലാക ബിഹി വഫല്ലലനി അലാ കസീരിൻ മിമ്മൻ ഖലഖ തഫ്ളീലാ. ഇതൊരാൾ പറഞ്ഞാൽ ക്യാൻസർ പേഷ്യന്റിനെ കണ്ടു, നമ്മൾ ക്യാൻസർ രോഗിയാണെന്ന് അവര് പറയുമ്പോ നമ്മുടെ മനസ്സിൽ ഈ ദുആ വരണം. അൽഹംദുലില്ലാഹ് അല്ലദീ ആഫാനി മിമ്മ ബതലാക ബിഹി. അല്ലാഹുവേ, നിന്നെ പരീക്ഷിച്ച ആ പരീക്ഷണം എനിക്ക് തരാതെ എനിക്ക് ആഫിയത്ത് തന്ന അല്ലാഹുവിന് സർവസ്തുതിയും എന്ന് പറഞ്ഞിട്ട് ആ ദുആ നമ്മൾ ചൊല്ലിക്കഴിഞ്ഞാൽ ആ രോഗം ഇവന് വരില്ല എന്ന് ഇന്ന് വരെ കളവ് പറയാത്ത സാദിഖുൽ മസ്ദൂഖ് ഹബീബായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ പഠിപ്പിക്കാൻ. ഒന്നെഴുതി പഠിച്ചോളി, ഒന്നെഴുതി. ലൈവ് കാണുകയാണല്ലോ, നിങ്ങൾ പോകുമ്പോൾ ഈ സമയം നോക്കി വെച്ചിട്ട് നിങ്ങൾ ആ ഭാഗം ഒന്ന് പഠിക്കുന്ന, അല്ലെങ്കിൽ ഉസ്താദുമാരിന് എഴുതി വാങ്ങ്. വഴല് കേട്ടിട്ട് പോയിട്ട് കാര്യം വല്ലതുകൊണ്ടോ? ഒരു രോഗി, ഒരു പനി പിടിച്ചവൻ, ഒരു ക്യാൻസർ രോഗി, ഒരു തളർവാദം പിടിച്ചവൻ, ഒരു അപകടത്തിൽപ്പെട്ടവൻ, ഒരു സ്വാറിയാസിസ് പിടിക്കപ്പെട്ടവൻ, ഒരു മാനസിക രോഗി, ഇങ്ങനെ വ്യത്യസ്തമായ കൊണ്ട് കഷ്ടപ്പെടുന്നവനെ കാണുമ്പോ അൽഹംദുലില്ലാഹ് അല്ലദീ ആഫാനി മിമ്മ ബതലാക ബിഹി വഫല്ലലനി അലാ കസീരിൻ മിമ്മൻ ഖലഖ തഫ്ളീലാ എന്നൊരാൾ പറഞ്ഞാൽ ആ രോഗം ഈ പറഞ്ഞവന് വരില്ല എന്ന് ഇന്നേ വരെ കളവ് പറയാത്ത നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ പഠിപ്പിക്കാൻ. അത് നമ്മൾ മറക്കരുത്. ഞാൻ പറഞ്ഞു വന്നത്, മാസത്തിൽ ഒരിക്കലും ആശുപത്രിയിലൊക്കെ പോകണം, ആശുപത്രി ഒന്ന് പോകണം, എന്നിട്ട് അവിടുത്തെ രോഗികളുടെ രോഗം ഒന്ന് കാണണം. കാലില് കമ്പിയിട്ടവൻ, കാലിലും കയ്യിലും കമ്പി തുരന്നിട്ടിരിക്കുന്നവർ, അവരെയൊക്കെ കാണുമ്പോൾ നമ്മുടെ കാലുകൾ അള്ളാഹു ചലിപ്പിക്കാൻ തൗഫീക്ക് തന്നു. അള്ളാഹു തന്ന നിഅമത്തുകൾ. എന്റെ നാട്ടിലെ ഒരു മതപണ്ഡിതൻ, അദ്ദേഹത്തിന് ഷുഗർ വന്നിട്ട്, ന്യൂറോപ്പതി ഷുഗർ ബാധിച്ചിട്ട് അദ്ദേഹത്തിന്റെ കാലിൽ, ഉപ്പൂറ്റിക്കാലിൽ ഒരു ആണി കൊണ്ടിട്ട് അദ്ദേഹം അറിഞ്ഞില്ല. സ്പർശനശേഷി ഇല്ലാതെ രോഗം പിടിപെട്ട പ്രിയപ്പെട്ട മതപണ്ഡിതൻ, അദ്ദേഹം കാലിലൂടെ ചോര ഒഴുകുന്നത് കണ്ടപ്പോഴാണ് ആണി പൊത്തു കയറിയ കാര്യം അറിയുന്നത്. കാലും മരവിപ്പാണ്. അവസാനം ആശുപത്രിയിൽ കൊണ്ടുപോകുമ്പോ ആ ഉപ്പൂറ്റിയുടെ ഭാഗം, ആണി കയറിയ ഭാഗം മുഴുവനും അവരെ ചെത്തിയെടുത്ത് കളഞ്ഞു. ഇപ്പോ കാലും വെച്ച് കെട്ടിയിട്ട് വീട്ടിൽ വിശ്രമത്തിലാണ്. അല്ലാഹു ശിഫ നൽകട്ടെ. എന്തൊക്കെ രോഗങ്ങളാ സഹോദരങ്ങളെ! ഇതൊക്കെ കാണുമ്പോൾ അദ്ദേഹത്തിന് എഴുന്നേറ്റ് നടക്കാൻ പറ്റുമോ? ഇപ്പോ അത് നല്ലതുപോലെ മുറിവ് ഉണങ്ങുന്നത് വരെ അദ്ദേഹത്തിന് ഇറങ്ങാൻ പറ്റില്ല. ഒന്നിടവിട്ട് ആശുപത്രിയിൽ പോയി അദ്ദേഹം ഡ്രസ്സ് ചെയ്ത് വീട്ടിലേക്ക് വീണ്ടും മടങ്ങി വരുന്നു, പുറത്തിറങ്ങാൻ പറ്റുന്നില്ല. അപ്പോഴും നമുക്ക് നന്നായിട്ട് കാല് ചവിട്ടി നടക്കാനുള്ള തൗഫീക്കും ആരോഗ്യം അല്ലാഹു തന്നു. ഇതൊക്കെ നമ്മൾ മനസ്സിലാക്കണമെങ്കിൽ ആശുപത്രിയിൽ പോകണം. അതാ വേണ്ടത്. സുരിൽ മുസ്തഷ്ഫ മറത്തം ഫി ശഹരി, മാസത്തിൽ ഒരിക്കലെങ്കിലും നീ ആശുപത്രിയിൽ പോകണം. എന്നാൽ നിനക്ക് അല്ലാഹു തന്ന ആരോഗ്യത്തെ തിരിച്ചറിയാൻ കഴിയും. ഒരിക്കൽ മഹാനായ അബ്ബാസ് റളിയല്ലാഹു അൻഹു, ആരാ അബ്ബാസ്? ആദരവായ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പ്രിയപ്പെട്ട കൊച്ചാപ്പ അബ്ബാസ് റളിയല്ലാഹു അൻഹു, ഹംസ റളിയല്ലാഹു അൻഹുവിന്റെ സഹോദരൻ അബ്ബാസ് റളിയല്ലാഹു അൻഹു നബി തങ്ങളുടെ മുന്നിലേക്ക് കടന്നു വരികയാണ്. എന്നിട്ട് ചോദിക്കുന്നു, യാ റസൂലല്ലാഹ് അല്ലിംനി ശൈഅൻ അസ്അലുഹുല്ലാഹ്. ഖാല സലില്ലാഹൽ ആഫിയ. അബ്ബാസ് റളിയല്ലാഹു അൻഹു നബി തങ്ങളുടെ മുന്നിൽ വന്നിട്ട് ചോദിക്കുന്നു, യാ റസൂലല്ലാഹ് എനിക്ക് എന്തെങ്കിലും ഒന്ന് പറഞ്ഞു തരുമോ? എനിക്ക് റബ്ബിനോട് ചോദിക്കാൻ ഏറ്റവും പ്രധാനപ്പെട്ട എന്തെങ്കിലും എനിക്കൊന്ന് പറഞ്ഞു തരണം. എന്റെ റബ്ബിനോട് എനിക്ക് എപ്പോഴും ചോദിക്കാൻ വേണ്ടിയാണ്. ആ സമയത്ത് നബി തങ്ങൾ പറഞ്ഞു അബ്ബാസ് തങ്ങളോട്, സലില്ലാഹൽ ആഫിയ, അല്ലാഹുവിനോട് ആഫിയത്തിനെ ചോദിക്കുക, ആരോഗ്യത്തെയാണ് ചോദിക്കേണ്ടത്. അബ്ബാസ് തങ്ങൾ അവിടെ നിന്ന് പോയി കുറെ നാളുകൾ കഴിഞ്ഞിട്ട് വീണ്ടും മടങ്ങി വരികയാ. എന്നിട്ട് വീണ്ടും ചോദിക്കുന്നു, യാ റസൂലല്ലാഹ് അല്ലിംനി
ശൈഅൻ അസ്അലുഹുല്ലാഹ്. എനിക്ക് എന്തെങ്കിലും വേറെ ഒന്ന് പറഞ്ഞു തരുവോ, എനിക്ക് റബ്ബിനോട് ചോദിക്കാനാണ് എന്ന് പറഞ്ഞാൽ ആ നേരത്തെ പഠിപ്പിച്ചതല്ലാത്തത് എന്തെങ്കിലുമാണ് ചോദിക്കുന്നത്. ആ സമയത്ത് നബി തങ്ങൾ പറയുന്നു, യാ അമ്മി യാ അബ്ബാസ്. നേരത്തെ വിളിച്ചിൽ നിന്ന് വ്യത്യസ്തമായി ബന്ധം പറഞ്ഞു വിളിക്കുകയാണ്. യാ അമ്മി യാ അബ്ബാസ്, എന്റെ കൊച്ചാപ്പ അബ്ബാസ്. സലില്ലാഹൽ ആഫിയത ഫി ദുനിയാ വൽ ആഖിറ. അല്ലാഹുവിനോട് ദുനിയാവിലും ആഖിറത്തിലും ആരോഗ്യത്തെയാണ് ചോദിക്കേണ്ടത്, അതിനപ്പുറം വേറൊന്നുമില്ല. എന്നിട്ടാണ് റസൂലുള്ളാഹി പറഞ്ഞത്, മാ സഅലല്ലാഹു ശൈഅൻ മാ സഅലല്ലാഹു ശൈഅൻ അഹബ്ബു ഇലൈഹി മിൻ അയസ്അലൽ ആഫിയ. അല്ലാഹുവിനോട് ചോദിക്കുന്നതിൽ പടച്ചവന് ഏറ്റവും ഇഷ്ടപ്പെട്ട ചോദ്യം ഏതാണ്? നമ്മൾ ആരോഗ്യത്തെ ചോദിക്കുമ്പോഴാണ്. പണം ചോദിക്കുമ്പോൾ അല്ലാഹുവിന് ഇഷ്ടം വരില്ല. പണം ചോദിച്ചാൽ അല്ലാഹുവിന് നമ്മൾ ചോദിക്കുന്നത് എന്താണ്? കുറെ സമ്പത്ത് തരണേ അല്ലാ, ജോലി തരണേ അല്ലാ, PSC ടെസ്റ്റിന് പാസ്സാവണേ അല്ലാ എന്നൊക്കെ നമ്മൾ ഇങ്ങനെ പറഞ്ഞ് ജോലിക്ക് വേണ്ടി ചോദിക്കുകയാണ്. അല്ലാഹ്ക്ക് അത് ഇഷ്ടമല്ല. ഇഷ്ടമില്ല എന്നോ അല്ലെങ്കിൽ തരില്ല എന്നോ അർത്ഥം വരുന്നില്ല. അല്ലാഹ്ക്ക് ഏറ്റവും ഇഷ്ടമുള്ളത് ഏതാണ്? നമ്മൾ റബ്ബിനോട് ചോദിക്കുക, പടച്ചോനെ എനിക്ക് ആഫിയത്ത് തരണേ അല്ലാ, നീ എനിക്ക് ആഫിയത്ത് തരണേ അല്ലാ, ആരോഗ്യം. അല്ലാഹുവിന് ഭയങ്കര ഇഷ്ടമാണ്. കാരണം എന്താണ്? ഒരു മനുഷ്യന് ദുനിയാവിലും ആഖിറത്തിലും ലഭിക്കുന്ന ഏറ്റവും വലിയ നിഅമത്തുകളിൽ ഒന്ന് ആഫിയത്താണ്. അത് തിരിച്ചറിയണമെങ്കിൽ ആശുപത്രിയിൽ പോകണം മാസത്തിൽ ഒരു വട്ടം. അല്ലാഹു നമുക്ക് ആരോഗ്യം നിലനിർത്തി തന്ന് അനുഗ്രഹിക്കുമാറാവട്ടെ. ആരോഗ്യം അല്ലാഹു നമുക്ക് നിലനിർത്തി തന്ന് അനുഗ്രഹിക്കുമാറാവട്ടെ. ഒരു കാലം വരെ സഹോദരങ്ങളെ, ഒരു കാലം വരെ സൂറത്ത് യാസീൻ ദിവസവും നമ്മൾ ഓതുന്നവരല്ലേ? സൂറത്ത് യാസീൻ ഓതാത്തവരാരും ഇല്ലല്ലോ. സൂറത്ത് യാസീനിൽ ഒരു ആയത്തുണ്ട്. ആ ആയത്ത് നമ്മളെ വല്ലാതെ ഭയപ്പെടുത്തുന്ന ആയത്താ. ഇപ്പൊ നല്ല ആരോഗ്യമുണ്ട്, ഇപ്പൊ നല്ല കാഴ്ചയുണ്ട്, ഇപ്പൊ നല്ല കേൾവിയുണ്ട്, എന്തു പറഞ്ഞാലും നമുക്ക് കേച്ച് ചെയ്യും. ഇപ്പൊ നമുക്ക് ഇഷ്ടമുള്ളത് പിടിക്കാം, നമുക്ക് ഇഷ്ടമുള്ളത് നടക്കാം, സ്റ്റെപ്പ് കയറാം, സ്റ്റെപ്പ് ഇറങ്ങാം. ഇതൊക്കെ നമുക്കൊരു പ്രശ്നമില്ല അല്ലേ? എല്ലാത്തിനും അല്ലാഹു തആല നമുക്ക് ഇപ്പൊ നല്ല ആരോഗ്യം തന്നിട്ടുണ്ട്. എന്നാൽ സൂറത്ത് യാസീനിൽ കാണാം, ഇനി ഒരു കാലം വരാനുണ്ട്, ഇനി ഒരു പ്രായം നമുക്ക് വരാനുണ്ട്. ആ പ്രായത്തിൽ അല്ലാഹു ഇതിനെ കീഴ്മേൽ മറിക്കും. ഇതിനെ വമൻ നുഅമ്മിറുഹു നുനക്കിസുഹു ഫിൽ ഖൽഖി അഫലാ യഅഖിലൂൻ. അല്ലാഹു പറയുകയാണ്, വമൻ നുഅമ്മിറുഹു, ആർക്കെങ്കിലും നാം ആയുസ് കൊടുത്താൽ എന്ന് പറഞ്ഞാൽ കുറെ നാളുകളെ ജീവിച്ചിരുന്നാൽ, നുനക്കിസുഹു ഫിൽ ഖൽഖ്, അവന്റെ സൃഷ്ടിപ്പിൽ നാം തലകീഴായി മറിക്കും എന്ന് പറഞ്ഞാൽ അഫലാ യഅഖിലു. നിങ്ങൾ ചിന്തിക്കുന്നില്ലേ? അത് മനസ്സിലാക്കണേ. മറ്റൊരായത്തുണ്ട്, എന്തെന്നറിയോ? അല്ലാഹു നമ്മളെ കൊണ്ടെത്തിക്കുന്ന ഒരു പ്രായം, നബിതങ്ങൾ കാവല് തേടിയ ഒരു പ്രായമുണ്ട്. അതിന് പറയുന്നത് അർദലിൽ ഉംർ എന്നാണ്. വിശുദ്ധ ഖുർആനിൽ കാണാം, വമിൻകും, നിങ്ങളിൽ ചില ആളുകൾ എത്തിപ്പെടും. എവിടെ? നിങ്ങൾ അർദലിൽ ഉംർ എന്ന് പറയുന്ന ഒരു അവസ്ഥയിലേക്ക് എത്തപ്പെടും. എന്താണ് ആ അവസ്ഥയുടെ പ്രത്യേകത? പഠിച്ചു വെച്ചോ ഉപ്പമാരെ, പ്രായമുള്ള ആളുകളൊന്ന് മനസ്സിലാക്കിക്കോ. സൂറത്തുൽ ഹജ്ജിൽ നമുക്ക് കാണാം, അല്ലാഹ് പറയുന്നു, നിങ്ങൾ പല കാര്യങ്ങളെ പറ്റിയും നിങ്ങൾക്ക് ധാരണയുണ്ടായതിനു ശേഷം ഇതൊന്നും അറിയാത്തൊരവസ്ഥയിലേക്ക് നിങ്ങൾ എത്തും എന്ന് പറഞ്ഞാൽ മനസ്സിലായില്ല. ബാത്റൂമിൽ പോകണമെന്നറിയാമോ? അറിയാം. ബാത്റൂമിൽ പോകണമെന്നറിയാം. അതെപ്പോഴറിയാം? ചെറിയ പ്രായത്തിൽ അറിയാൻ പറ്റുമോ? പ്രസവിച്ച ഉടനെ നിങ്ങൾ ബാത്റൂമിൽ പോയാ? ഇല്ല. ഉമ്മയും ബാപ്പയും അതിനെ നിങ്ങളെ പാകപ്പെടുത്തിയെടുത്തു. ചെറിയ ചെറിയ പ്രായം കഴിഞ്ഞ് വന്നപ്പോ നിങ്ങൾ ബാത്റൂമിൽ പോയി മലമൂത്ര വിസർജനം ചെയ്യാൻ തുടങ്ങി. ഇപ്പൊ നിങ്ങൾക്ക് നന്നായിട്ട് അറിയാം. നിങ്ങളുടെ ചില ആളുകൾ തരംതാണ ആയുസിലേക്ക് എത്തപ്പെടും. എന്താണ് അതിന്റെ പ്രത്യേകത? നിങ്ങൾക്ക് വിവരം വന്നതിന് ശേഷം നിങ്ങൾക്കൊന്നും അറിയാത്ത അവസ്ഥ വരും. ഇപ്പൊ നിങ്ങളുടെ അവസ്ഥ കക്കൂസി പോകണമെന്ന് അറിയില്ല, കിടന്ന കിടപ്പിൽ മലമൂത്ര വിസർജനം ചെയ്യും.
പാമ്പെഴഞ്ഞു വന്നാൽ ചെറിയ കുഞ്ഞുങ്ങൾ കളിക്കും അതിനോടൊപ്പം, അല്ലേ? അതിന്റെ വിഷത്തെ പറ്റി, അതിന്റെ ഉപദ്രവത്തെ പറ്റി അറിയാത്തത് കൊണ്ടാണ്. തെരുവ് നായ വന്നാൽ അതിനോടൊപ്പം കളിക്കും. അതൊരു കൗതുകമാണ് കുട്ടിക്ക്. അത് ഉപദ്രവിക്കും, അത് കടിക്കും, അതിന് വിഷമുണ്ട്. ഈ പട്ടികൾക്ക് ചോദിക്കാൻ ചില ആളുകളുണ്ട് എന്നൊന്നും ആ കുട്ടിക്ക് അറിയില്ല. തെരുവ് നായകൾക്ക് ചോദിക്കാനും പറയാനും ആളുകളുണ്ട് എന്നറിയാത്തൊരു പ്രായം. നമുക്കോ ഇപ്പൊ അറിയാം, തെരുവ് പട്ടികൾക്ക് ചോദിക്കാൻ ചില പട്ടികളുണ്ട്. അപ്പൊ അങ്ങനെ നമുക്കിപ്പോ നല്ല ബോധമുണ്ട്. എന്നാൽ ഇനി ഒരു കാലം വരാനുണ്ട്, ആദ്യത്തെ അവസ്ഥ പോലെ നിങ്ങൾക്കൊന്നും അറിയാൻ കഴിയില്ല. പാമ്പ് വന്നാൽ അതെടുത്ത് നിങ്ങൾ തോളത്തിടും. നിങ്ങൾക്ക് മലമൂത്ര വിസർജനം ചെയ്യാൻ ബാത്റൂമിൽ പോകണമെന്ന് അറിയാത്ത കാലം വരും. എവിടെ മൂത്രമൊഴിക്കണം, എവിടെ തുപ്പണം, ആരോടെന്ത് പറയണം, ഇതൊന്നും അറിയാത്തൊരു അറുതൽ ഉംറ എന്ന കാലം വരും, പ്രായം വരും. അതിൽ നിന്ന് റബ്ബ് അള്ളാഹു നമ്മളെ കാക്കട്ടെ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ എപ്പോഴും കാവലിനെ തേടി അല്ലാഹുമ്മ ഇന്നി അഊദു ബിക മിൻ അറുദൽ ഉംറ, അറുദൽ ഉംറയിലേക്ക് നീ എനിക്ക് എന്നെ എത്തിക്കല്ലേ തമ്പുരാൻ എന്ന് ദുആ ചെയ്യുമായിരുന്നു. 100 110 വയസ്സ് വരെ എന്നല്ല അതിന്റെ അർത്ഥമുള്ളതല്ല. 100 വയസ്സായ ആളുകളും ഇപ്പോഴും നന്നായിട്ട് ഓടിച്ചാടി നടക്കുന്നവരുണ്ട്, അല്ലേ? 100 വയസ്സായ ആളുകള് ഇപ്പോഴും നന്നായിട്ട് നടക്കുന്ന ആളുണ്ട്. ഉഗാണ്ടയിൽ തബ്ലീഗ് ജമാഅത്തിന് പോയ ഒരു സംഘത്തെ ഞാൻ കഴിഞ്ഞ ആഴ്ച കണ്ടു. എന്റെ നാട്ടുകാരാണ്. ഉഗാണ്ടയില്, ആഫ്രിക്കൻ രാജ്യമാണ്. ഉഗാണ്ടയിൽ പോയ ആളുകൾ അവര് വേറൊരു ആവശ്യത്തിന് എന്റെ വീട്ടിൽ എന്നെ കാണാൻ വേണ്ടി വന്നു. അപ്പൊ അവര് തബ്ലീഗിന്റെ പ്രവർത്തകരാണ്. ഉഗാണ്ടയില് അവര് തബ്ലീഗ് ജമാഅത്തിന് വേണ്ടി പോയിരുന്നു. അവിടെ നമ്മൾ അരി ആഹാരം കഴിക്കുമ്പോൾ അവിടത്തെ ആഹാരം ഒരു കായ, ഒരു പ്രത്യേക നമ്മുടെ വാഴക്കൊല പോലെ ഒരു പ്രത്യേക തരം കായ, കറി ഒരു പയറിന്റെ കറിയാണ്. അവിടുത്തെ ബാത്റൂം എന്ന് പറയുന്നത് നമ്മളെ സൗകര്യം പോലെയല്ല. അവിടുത്തെ എയർപോർട്ട് ഏറ്റവും ക്വാളിറ്റി ഉള്ള എയർപോർട്ടാണ്. ഏതുപോലെ നമ്മളെ തമ്പാനൂർ റെയിൽവേ സ്റ്റേഷൻ പോലെ അവിടുത്തെ എയർപോർട്ട്. അവര് പറയുന്നു, ആ പ്രദേശത്തുള്ള ആളുകൾക്ക്, ആ ഉഗാണ്ട എന്ന് പറയുന്ന പ്രദേശത്തുള്ള ആളുകൾക്ക് അവരെ സംബന്ധിച്ചിടത്തോളം അവരുടെ ലോകം, അവര് കഴിക്കുന്ന ഭക്ഷണം ഈ പറയുന്ന രീതിയിലുള്ള ഭക്ഷണമാണ്. അവിടെ 2 പ്രത്യേകതകൾ കാണാൻ കഴിഞ്ഞു അത്ര പള്ളികളിൽ. പള്ളി എന്ന് പറയുന്നത് ഒരു പ്രത്യേകതരം പള്ളിയാണ്, പാവങ്ങളാണ്. അവിടെ 2 തരം ആളുകളെ കാണാൻ പറ്റിയെന്ന്. ഒന്ന്, അവിടെ പള്ളിയിൽ കസേരയില്ല. പള്ളിയില് കസേരയില്ല. നമ്മൾ ഈ ആടും മട്ടനും ചിക്കനൊക്കെ അടിച്ചു കയറ്റിയിട്ടല്ലേ നമുക്ക് ഇരിക്കാനും നിൽക്കാനൊന്നും പറ്റാത്തത്. അവര് കഴിക്കുന്ന വാഴയ്ക്ക പോലുള്ള ഒരു പ്രത്യേക പഴവർഗം, കായ, അതാണ് അവര് നമ്മുടെ അരി ആഹാരം പോലെ അവര് കഴിക്കുന്നത്. ഒരു പയറിന്റെ കറി ചിലപ്പോഴേ ഉണ്ടാവുള്ളൂ കറി. അവിടെ പള്ളിയിൽ കസേരയില്ല. ഇന്ന് എല്ലാ പള്ളികളിലും കസേരയാണ്. എല്ലാ പള്ളികളിലും കസേര. ഞാൻ കുറ്റപ്പെടുത്തുന്നതല്ല. ഈ കസേര, ഞാൻ ഒരിക്കലും ഇതൊരു വിവാദമാകണ്ട. എന്നെ സംബന്ധിച്ചിടത്തോളം ആയാലും പിന്നെ ഒന്നും ഇല്ലാന്ന് ചിന്തിക്കുന്ന ആളാ. ഈ കസേരയിരുന്ന് നിസ്കരിക്കുന്ന ആളുകൾ ഒരു കല്യാണത്തിന്റെ ഹാളിൽ പോകുന്ന പോക്കുകൾ ഇട്ടിട്ടുണ്ട്. കുതിര ചാടും പോലെ ചാടും. നല്ലത് തന്നെ. നിങ്ങൾ ഇരുന്ന് നിസ്കരിക്കുകയാണെങ്കിൽ നിങ്ങൾ പള്ളിയിൽ വരുന്നല്ലോ, അൽഹംദുലില്ലാ. ആരോഗ്യമുള്ള ചെറുപ്പക്കാര് പള്ളിയിൽ വരാതിരിക്കുമ്പോഴും പ്രായമുള്ള നിങ്ങൾ വന്നിട്ട് കസേരയിൽ ഇരുന്ന് നിസ്കരിക്കുന്നു, ഓക്കെ. പക്ഷേ നിങ്ങൾക്ക് ആരോഗ്യമുണ്ടെങ്കിൽ, ഈ കോവിഡ് സമയത്ത് വന്ന ഏറ്റവും വലിയ, ഈ കോവിഡ് വന്ന സമയത്ത് എന്താണെന്നറിയോ, മുഫ്തിമാര് കൂടി, കുറെ മുഫ്തിമാര് കൂടി. ആ സമയത്താണല്ലോ ഈ യൂട്യൂബ് ചാനലൊക്കെ അധികരിച്ചത്. പെണ്ണുങ്ങളെ പച്ചക്കറി ഉണ്ടാക്കുന്നത്, കറി ഉണ്ടാക്കുന്നത്. ഞാൻ ഇപ്പോൾ കാണിക്കാൻ പോകുന്നത് കടലക്കറി എങ്ങനെ ഉണ്ടാക്കാം, പെണ്ണുങ്ങളുടെ പാചകം വേറ്റുന്നത്. പിന്നെ ഉസ്താദുമാർ അവിടെ ഇരുന്ന് കൊണ്ട് മന്ത്രവാദം ഇതിലൂടെ, പിന്നെ ചാനലിലൂടെ, അതൊക്കെ മറ്റൊരു സൈസ്. അങ്ങനെ പല സൈസുകളും മുളപൊട്ടിയത് എപ്പോഴാണ്? കോവിഡിനാണ്. ഈ കോവിഡ് സമയത്താണ് പ്രിയപ്പെട്ട സഹോദരങ്ങളെ നമ്മൾ തിരിച്ചറിഞ്ഞത് പല കാര്യങ്ങളും തിരിച്ചറിഞ്ഞത് അപ്പോഴാണ്. ഇവിടെ നമസ്കരിക്കാൻ വേണ്ടി വരുന്ന ആളുകൾക്ക് കസേരയില്ല, കസേരയിൽ നമസ്കരിക്കേണ്ട കാര്യമില്ല അവർക്ക്. അത് അവിടെ കണ്ട ഏറ്റവും വലിയൊരു പ്രത്യേകതയായി പറയാൻ. നമുക്ക് പിന്നെ കാലും കൈയും അനങ്ങാത്തൊരവസ്ഥ വരും. അത് 100 120 വയസ്സ് വരെ പോയാൽ മാത്രമേ ഉണ്ടാകൂ എന്നല്ല. ചിലപ്പോ 55 വയസ്സിൽ വരും, ചിലപ്പോ 40 വയസ്സിൽ വരും. ഒരു മനുഷ്യന്റെ ബുദ്ധി അനുസരിച്ചാണ്. അള്ളാഹു നമ്മളെ അവസ്ഥയെ തൊട്ട് കാത്തുരക്ഷിക്കട്ടെ.